നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ പ്രശസ്തമായ ഒരു അവാർഡാണ് ഗോൾഡൻ ബോയ് അവാർഡ്. നമുക്കറിയാം, ഇറ്റാലിയൻ മാധ്യമമായ ട്യൂട്ടോ സ്പോർട്ടാണ് ഇത് നൽകുന്നത്. അതായത് 21 വയസ്സോ അതിന് താഴെയോ ഉള്ള ഫുട്ബോൾ ലോകത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന യുവതാരത്തിന് നൽകുന്ന അവാർഡാണ് ഗോൾഡൻ ബോയ് അവാർഡ്. ഫുട്ബോൾ ലോകത്തെ പല പ്രശസ്തരായ താരങ്ങളും ഇത് സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിലെ ചാമ്പ്യൻ അഥവാ 2023 എന്ന വർഷത്തെ ഗോൾഡൻ ബോയ് അവാർഡ് ജേതാവ് അത് റയൽ മാഡ്രിഡിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജൂഡ് ബെല്ലിംഗ്ഹാം ആണ്. അദ്ദേഹം ഇപ്പോഴും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 2024 ഗോൾഡൻ ബോയ് അവാർഡിനുള്ള റാങ്കിങ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ റാങ്കിങ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല, FC ബാഴ്സലോണയുടെ വണ്ടർ കിഡായ ലാമിന യമാലാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾഡൻ ബോയ് പുരസ്കാര സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, ബാഴ്സലോണ അത്ര ഒരു നല്ല നിലയിലൊന്നുമല്ല ഈ സീസണിൽ, പക്ഷെ മികച്ച പ്രകടനമാണ് ലാമിന യമാൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല, കേവലം 16 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഇനി രണ്ടാം സ്ഥാനത്ത് ഉള്ളത് PSG-യുടെ യുവ പ്രതിഭയായ വാറൻ സൈരെ എമരിയാണ്. PSG സീസണിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ടി മധ്യനിരയിൽ തകർപ്പൻ പ്രകടനമാണ് എമരി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് ബ്രസീലിയൻ വണ്ടർ കിഡായ എൻട്രിക് ആണ്. നമുക്കറിയാം, ബ്രസീലിയൻ ക്ലബായ പാൽമറാസിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്. അവിടെ മികച്ച പ്രകടനം നടത്തുന്നു. ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്തി ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സീസണിൽ റയലിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുക. നാലാം സ്ഥാനത്ത് വരുന്നത് ജിറോണയുടെ സാവിയോയാണ്. നമുക്കറിയാം, ബ്രസീലിയൻ താരമാണ്. അദ്ദേഹം മികച്ച പ്രകടനം ഈ സീസണിൽ അദ്ദേഹം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ജോവോ നെവസ് ആണ്. മികച്ച പ്രകടനം അദ്ദേഹം ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആറാം സ്ഥാനത്ത് വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായ കോബി മൈനു ആണ്. ഇംഗ്ലീഷ് താരമായ ഇദ്ദേഹം ഇപ്പോൾ യുണൈറ്റഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് മാറിയിട്ടുണ്ട്. കേവലം 19 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഇനി ഏഴാം സ്ഥാനത്ത് വരുന്നത് യോറോയാണ്. അദ്ദേഹം മികച്ച പ്രകടനമാണ് ഇപ്പോൾ ഫ്രഞ്ച് ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു താരം കൂടിയാണ് യോറോ. എട്ടാം സ്ഥാനത്ത് വരുന്നത് FC ബാഴ്സലോണയുടെ പ്രതിരോധ നിര താരമായ കുബാർസിയാണ്. കേവലം 17 വയസ്സുള്ള ഈ ഒരു താരം ഇപ്പോൾ തന്നെ ബാഴ്സയുടെ പ്രധാനപ്പെട്ട താരമായി കൊണ്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒൻപതാം സ്ഥാനത്ത് ബയേണിന്റെ താരമായ മത്യാസ് ടെല്ല് വരുന്നു. മികച്ച പ്രകടനം ക്ലബിന് വേണ്ടി അദ്ദേഹം നടത്തുന്നുണ്ട്. പത്താം സ്ഥാനത്ത് വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അർജന്റീന യുവ പ്രതിഭയായ അലജാൻഡ്രോ ഗർണാച്ചോയാണ്. അദ്ദേഹവും മികച്ച പ്രകടനമാണ് ഈ സീസണിൽ പുറത്തെടുക്കുന്നത്. ഏതായാലും ഇത്തവണത്തെ ഗോൾഡൻ ബോയ് പുരസ്കാരം ആരായിരിക്കും നേടുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.